എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സ്റ്റഡി റൂം എന്ന് പറഞ്ഞാൽ അത് പഠനമുറി എന്നായിരുന്നു. അപ്പോൾ അത് നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ആരുമില്ലല്ലോ മക്കളെ. അപ്പോൾ പിന്നെ മക്കളെ റൂമും മക്കൾക്കായിട്ട് തന്നെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ക്രമീകരിച്ച് അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് അപ്പോൾ അത് കാണിച്ചു കൊടുത്ത് നന്നായിട്ടുണ്ട്, നന്നായിരിക്കട്ടെ, കൂടെ ഉണ്ട് എന്നുള്ള വാക്ക്. അത് അന്നും ഇന്നും ആ വാക്കിന് ഒരു മാറ്റം വന്നിട്ടില്ല, ആ പ്രവൃത്തിക്കും മാറ്റം വന്നിട്ടില്ല കേട്ടോ. ഒരുപാട് സന്തോഷം. പെട്ടെന്ന് വന്നപ്പോൾ ഞങ്ങളും ആകെ ഷോക്കായിപ്പോയി. പിന്നെ റഫീഖ വിളിച്ച സമയത്ത് ഭാര്യ പറഞ്ഞു ചിലപ്പം വരുമോ, ഒരു സംശയം വരുമോ. ഞാൻ പറഞ്ഞു റഫീഖ വിളിച്ചാൽ എന്തായാലും വരും, എത്തും, ആളിവിടെ എത്തും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീരണതിന് മുമ്പ് ആളിവിടെ എത്തി. അതിൽ ഇവളും ആകെ ഷോക്കായിപ്പോയി, പ്രതീക്ഷിക്കാതെ. ഞങ്ങൾ അന്ന് അവിടെ പോയപ്പോഴും അതേപോലെ ഇവരെ കണ്ടപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണും. അപ്പോൾ കണ്ട മുഖമൊന്നുമല്ല, അത്രയും നിഷ്കളങ്കനായ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മളെ മക്കളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ഒരു അന്ന് തന്നെ ഞങ്ങളാണ് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ഒരുപാട് സന്തോഷം. ആ ഫോട്ടോ വരച്ചത് കണ്ടപ്പോൾ മുപ്പര് പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സ്റ്റഡി റൂം എന്ന് പറഞ്ഞാൽ അത് പഠനമുറി എന്നായിരുന്നു. അപ്പോൾ അത് നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ആരുമില്ലല്ലോ മക്കളെ. അപ്പോൾ പിന്നെ മക്കളെ റൂമും മക്കൾക്കായിട്ട് തന്നെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ക്രമീകരിച്ച് അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് അപ്പോൾ അത് കാണിച്ചു കൊടുത്ത് നന്നായിട്ടുണ്ട്, നന്നായിരിക്കട്ടെ, കൂടെ ഉണ്ട് എന്നുള്ള വാക്ക്. അത് അന്നും ഇന്നും ആ വാക്കിന് ഒരു മാറ്റം വന്നിട്ടില്ല, ആ പ്രവൃത്തിക്കും മാറ്റം വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഒരു കരുണ തന്നെയാണ്. സന്തോഷം. പ്രതീക്ഷിച്ചില്ല ഞാൻ വരുമെന്നുള്ളത്. ഏട്ടൻ പറഞ്ഞപ്പോൾ വരൂലായിരിക്കും, പക്ഷെ ഞെട്ടിപ്പോയി.